ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിഗ്നൂസ് കിച്ചൺ. ഇന്നത്തെ വീഡിയോ മുളക് രസമാണ്. നമുക്കത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ മുളക് എടുത്തിട്ടുണ്ട്. നാട്ടിൽ തൊണ്ടൻ മുളക് എടുക്കാം നിങ്ങൾ. നല്ല ഗ്രീൻ കളർ, ലൈറ്റ് ഗ്രീൻ കളറിൽ നമുക്ക് സാമ്പാറിൻ്റെ മലക്കറി കൂടെയൊക്കെ കിട്ടുന്ന ആ മുളക് അതെടുക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കുഞ്ഞുള്ളിയാണ്. കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 4 ചെറിയ കുഞ്ഞുള്ളി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണ്. ചെറിയ 2 പീസ് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് കൊടംപുളിയാണ്. അപ്പോൾ ചെറിയ ഒരു 3 പീസ് കൊടംപുളി ചൂടുവെള്ളത്തിട്ട് വെച്ചേക്കുവാണ്. വേറൊരു പാൻ എടുത്തു, ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ ചൂടായി. ഞാൻ അതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂണിന് വേണ്ടി കടുക് ആഡ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് ഒരു 3 പീസ് വറ്റൽമുളക്, 3-4 കുഞ്ഞുള്ളി കുഞ്ഞുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, എല്ലാം കൂടി നന്നായിട്ട് വഴറ്റുക. ഉള്ളി ഒരുവിധം ഹാഫായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 മുളക് മാറ്റി വെച്ചിരുന്നതിനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുക. മുളക് ഒന്ന് വാടി വരണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തു. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്തോളണം. ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിലേക്ക് ലേശം വെള്ളം ആഡ് ചെയ്യാം. ഒരു 2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ്, ഇതിലേക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന കൊടംപുളിയും കൂടെ ആഡ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂണും വേണ്ട, കുറച്ച് എടുത്താൽ മതി നിങ്ങൾ. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. എന്നാൽ മാത്രമേ ആ വെളുത്തുള്ളിയും നമ്മൾ ഇട്ട് കൊടുത്ത കായവും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിക്കത്തുള്ളൂ രസത്തിൽ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് മല്ലി ഇലയും കൂടെ ആഡ് ചെയ്യുവാണ്. രസം ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ബാക്കി ഒരു 10 മിനിറ്റ് മീഡിയത്തിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്കൊന്ന് വെച്ച് കൊടുക്കുക ഫ്ലെയിം. എന്നാൽ മാത്രമേ ആ കായപ്പൊടിയും ഉപ്പും അതിനകത്ത് നമ്മൾ ആഡ് ചെയ്ത മുളകും എല്ലാം നന്നായിട്ടൊന്ന് ഊറി വരത്തുള്ളൂ. എന്നാൽ മാത്രമേ ആ രസത്തിന് നന്നായിട്ട് ടേസ്റ്റ് കാണത്തുള്ളൂ. ഇതിപ്പോൾ നന്നായി ഊറി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ സാധാ തക്കാളിയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന രസത്തിൽ നിന്ന് ഒരു പ്രത്യേക സ്വാദാണ് ഇതിന്. ആ മുളകിൻ്റെ ആ ഒരു മണവും അതിൻ്റെ ഒരു സത്തിൻ്റെ ഇതും എല്ലാം നമ്മൾ ആ രസത്തിലുണ്ടാവും. പിന്നെ മാത്രമല്ല നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് കൊടംപുളിയാണ്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണിത്. നിങ്ങളും തീർച്ചയായും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.